ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശ്രീമതി രാധികയുടെ പൊടിക്കൈകൾ പരാജയപ്പെടുകയാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ. നമുക്ക് നേരെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട വേണ്ട, എനിക്ക് നിന്റെ ഡോക്ടർമാരെക്കാളും വിശ്വാസം എന്റെ കൊച്ചിന്റെ പൊടിക്കൈകളാ. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? മുഖത്തും ചുണ്ടിലൊക്കെ ഓരോ വില കൂടിയ സാധനം വാങ്ങിച്ച് തേച്ചാ പോരാ. ജനിച്ച കുടുംബത്തിൽ നിന്ന് പഠിക്കണം സംസ്കാരം എന്താന്ന്. എന്താ രണ്ടുപേരും ഇവിടെ? അത് എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. സൂര്യയെ ഉണർത്തണ്ടെന്ന് കരുതി പുറത്തിറങ്ങി പോന്നപ്പോ രാധികയെ കണ്ടു. ഞങ്ങള് വെറുതെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അത് ഏട്ടാ, മുത്തശ്ശിക്ക് സുഖമില്ലായിരുന്നു. അപ്പൊ ഞാൻ മുത്തശ്ശിയെ നോക്കിയിട്ട് തിരിച്ചു വരുമ്പോഴാ ഏട്ടത്തി ഇവിടെ നിൽക്കുന്ന കണ്ടത്. ഓ ആയിക്കോട്ടെ. രാധികയുടെ അടുത്ത് കൽപ്പന കുറച്ചേരം നിൽക്കുന്നു പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്കത് സന്തോഷമുള്ളൂ. അത്തരം കാര്യങ്ങൾ രാധിക എന്ന് കൽപ്പന പഠിക്കുമല്ലോ. ഓക്കെ, നടക്കട്ടെ. ശരി. എത്ര പാവം ആ മനുഷ്യൻ. ആ മനുഷ്യനെ വഞ്ചിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളുടെ വിധി എഴുതിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന അവസാനത്തെ ചാൻസാ. സത്യസന്ധനായ ഒരു മനുഷ്യനെ തള്ളിക്കളഞ്ഞിട്ട് കള്ളവും കാപട്യമുള്ള ഒരുത്തന്റെ പുറകെ അലയണ്ട. ഏട്ടത്തിയുടെ വിധി എന്താണെന്ന് ഏട്ടത്തി തന്നെ തീരുമാനിച്ചോ. ഇതെപ്പോഴാ നിങ്ങള് വന്നേ? എന്നിട്ടെന്താ എന്നെ വിളിക്കാതിരുന്നേ? അല്ല, മുത്തശ്ശിക്ക് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നിരുന്നതാ. വന്നപ്പോ നല്ല ഉറക്കം. അപ്പൊ പിന്നെ വിളിക്കണ്ടെന്ന് കരുതി. രണ്ടുപേർക്കും പോയി കിടന്ന് ഉറങ്ങാമായിരുന്നില്ലേ? അതെങ്ങനെ? ഞങ്ങൾക്കൊരു മനസ്സമാധാനം വേണ്ടേ? അതെ, ഞങ്ങള് സമാധാനത്തോടെ ഉറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് കൂട്ടായിട്ടുള്ള മുത്തശ്ശി ഇവിടെ ഓക്കെ ആണെന്ന് കൂടെ ഞങ്ങൾക്ക് തോന്നണം. ഇവിടെ ആരും എന്നെ അംഗീകരിക്കാതിരുന്ന സമയത്ത് മുത്തശ്ശി മാത്രമേ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. മുത്തശ്ശി മാത്രമേ എന്നെ അംഗീകരിച്ചിട്ടുള്ളൂ. ഇവിടെ എനിക്ക് അസുഖം വന്നപ്പോ കൂടെ ഇരുന്നതും പരിചരിച്ചതൊക്കെ മുത്തശ്ശിയാ. അപ്പൊ മുത്തശ്ശിയുടെ കൂടെ ഞാനിരിക്കണ്ടേ? അപ്പൊ എന്തെങ്കിലും പറ്റിപ്പോയി ഞാൻ കിടപ്പിലായാ പോലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാളും അടുത്ത് തന്നെ ഉണ്ടാവും. എന്ത് പറ്റിപ്പോവും? ആര് കിടപ്പിലാവുന്നു? ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഇപ്പൊ ഞങ്ങളെക്കാൾ ആരോഗ്യമുണ്ട് മുത്തശ്ശിക്ക്. ഇവിടെയുള്ള ഒരു മുഴുവൻ വീണിട്ട് മുത്തശ്ശി വീഴൂ. എടാ, ചില വീട്ടിലെ കാരണവന്മാരെ കുറിച്ച് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എല്ലാവരെയും കൊന്നിട്ട് അയാള് ചാവൂന്ന്. അതുപോലെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ എന്നെ? അതെ, നമുക്ക് ഈ വീണ് കിടപ്പാകുന്നതിന്റെയും ചാകുന്നതിന്റെയും കാര്യമൊക്കെ അങ്ങ് മാറ്റിവെക്കാം.
അതല്ലല്ലോ ഇപ്പൊ നമ്മുടെ പ്രശ്നം. ഇപ്പൊ എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക്? കുഴപ്പമില്ല കുട്ടി. നമുക്കൊരു ചുക്കാപ്പിയുടെ ആയാലോ? ഇപ്പൊ വേണ്ട. അതെ, ഉം. ശ്രീമതി രാധികയുടെ പൊടിക്കൈകൾ പരാജയപ്പെടുകയാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ. നമുക്ക് നേരെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട വേണ്ട. എനിക്ക് നിന്റെ ഡോക്ടർമാരെക്കാൾ വിശ്വാസം എന്റെ കൊച്ചിന്റെ പൊടിക്കൈകളാ. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? വരുണിന് എന്തെങ്കിലും അസുഖം വന്നാല് വരുൺ പോയി ഡോക്ടറെ കണ്ടോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കോ മുത്തശ്ശിക്കോ എന്തെങ്കിലും അസുഖം വന്നാല് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടൻ രീതികളുണ്ട്. അതും കഴിഞ്ഞിട്ട് കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ മാത്രം ആരെങ്കിലും കാണാം, അല്ലേ മുത്തശ്ശി? അതെ അതെ. എന്നാ ഇനി മക്കള് ചെല്ല്. ഞാനേ ഇനി ഉറങ്ങാൻ കുറച്ച് വൈകും. ആ, അതിന് ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ലല്ലോ. നമുക്കേ ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാന്നേ. എടാ നേരം ഒരുപാടായി. ആയിക്കോട്ടെ, മുത്തശ്ശിയുടെ കൂടെ അല്ലേ? വല്ലാത്ത കോലമായി. എത്ര നാളാ നാടോടികളുടെ കൂടെ നടന്ന്. അവറ്റകള് നേരാമണ്ണം വല്ലതും തിന്നാൻ തന്നിട്ടുണ്ടോ? ഉടുക്കാൻ തന്നിട്ടുണ്ടോ? ഒന്നും ഉണ്ടാവില്ല. ദേ, ഇനി മുതല് മോള് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. സൗന്ദര്യം സംരക്ഷിക്കാൻ എന്റെ മോള് ചെയ്തിരുന്നതൊക്കെ ചെയ്യണം. കാശിന്റെ കാര്യമൊന്നും മോള് പേടിക്കണ്ട. അത് മുത്തശ്ശി എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നോളാം. എന്റെ മോള് പഴയതുപോലെ കത്തുന്ന സൂര്യനെ പോലെ ആളുകളുടെ മുമ്പിൽ നിൽക്കണം. എന്താടി? ഒന്നുമില്ല മുത്തശ്ശി. മുത്തശ്ശി എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യമാ ചെയ്തിട്ടുള്ളത്? മുത്തശ്ശിക്ക് മോളെ ഒരുപാട് ഇഷ്ടമാ. അത് കുഞ്ഞുനാള് മുതലേ അങ്ങനെയാ. നീ കളിക്കുന്നത്, ചിരിക്കുന്നത്, ഒരുങ്ങുന്നതൊക്കെ മുത്തശ്ശി ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. പണ്ടു മുതലേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാ. മുത്തശ്ശി ഒന്ന് തളർന്നാൽ അവസാന കാലത്തിലേക്ക് നടന്നു പോകുമ്പോ നീ ആയിരിക്കണം മുത്തശ്ശിയുടെ അടുത്തുണ്ടാവേണ്ടത്. നീ ആയിരിക്കണം അവസാന തുള്ളി വെള്ളം എന്റെ തൊണ്ടയിൽ എത്തിക്കാൻ. ദൈവം അങ്ങനെ തന്നെ തീരുമാനിച്ചല്ലോ. അതിനുവേണ്ടി മുത്തശ്ശിക്ക് നിന്നെ തിരിച്ചു തന്നല്ലോ. മുത്തശ്ശി